നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കലും നോമ്പൊലിക്കലും അല്ല. ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. എല്ലാരും നോക്കിയിട്ട് ഇങ്ങനെ പറയും നല്ല ദീനി കുടുംബാട്ടോ. എന്താ വാപ്പ പള്ളിക്കും പോലുണ്ട്, ഉമ്മ ഖുർആൻ ക്ലാസ്സിനും ഉണ്ട്. പക്ഷെ പൊരയിലെ മരുവൊക്കെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അല്ലെ ഓന്റെ വീട്ടിൽ നോക്കിയിട്ട് പറയും നല്ല വാപ്പയാണ്, നല്ല അമ്മയാണ്, 30 പള്ളി കമ്മിറ്റിയിലുണ്ട്, 34 പെണ്ണുങ്ങളെ കമ്മിറ്റിയിലും ഉണ്ട്. ഓനോ കെട്ടി അന്ന് മുതൽ ആ കുട്ടി അനുഭവിച്ചു തുടങ്ങിയിരിക്കും ഓന്റെ സ്വഭാവക്കേട്. ഒരു മനുഷ്യന്റെ ദീന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്റെ ദീന് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കല. ഒരു മുസ്ലിമിന്റെ ദീന് എന്ന് പറഞ്ഞാൽ അവൻ കാരണം മറ്റൊരാളെ വേദനിക്കാതിരിക്കലും വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ പ്രാർത്ഥന അവന്റെ നേരെ വരാതിരിക്കലും ആ ദീന്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ വെറുതെ പറഞ്ഞല്ല. ഒരു മുസ്ലിമി എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന, മറ്റൊരു മുസ്ലിമിന്റെ അടുത്ത് രക്ഷപ്പെട്ടോനാ. അവന്റെ നാവുമെന്നും അവന്റെ കൈമൊന്നും രക്ഷപ്പെട്ടോനാ. ഒരു ഇസ്ലാമിന്റെ ദീനാണത്. നമ്മൾ കാരണം ഒരാളും വേദനിക്കാതിരിക്കുക. ഞാൻ പറയാറുണ്ട്, ചില പള്ളിയിലൊക്കെ മയ്യത്തുസ്കാരത്തിന് ആള് കൂടുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ പോരിശ പറയും, എമ്മാതിരി മയ്യത്തുസ്കാരം. മമ്പാട് അങ്ങനെ ഒരു നിസ്കാരം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മണ്ണിന്റെ അടി കൊണ്ടുവെക്കുമ്പോ സ്വൈര്യവും സമാധാനത്തിലും പടച്ചോന്റെ 6 അടി മണ്ണിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ ജീവിതത്തിലും ഒരു സങ്കടം ഉണ്ടാക്കാതെ ജീവിക്കണം.